ഓക്കെ, അപ്പം ലാസ്റ്റ് വീക്ക് പ്രൈസ് എന്താണ് ഡെലിവറി ചെയ്തത് നമുക്ക് നോക്കാം. ലാസ്റ്റ് വീക്കിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അപ്ഡേറ്റ് കിട്ടും. അതായത് വീക്കിലി അപ്ഡേറ്റ്സ് അല്ലെ വീക്കിലി അനാലിസിസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതെല്ലാം കറക്റ്റ് ക്ലീൻ ആയിട്ട് കണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്ന ഡെയിലി ചാർട്ടിലാണ്. നമുക്ക് ഡെയിലി ചാർട്ടിൽ നിന്ന് ഞാൻ പ്രത്യേകിച്ച് അനാലിസിസ് എടുക്കുന്നില്ല, ബിക്കോസ് ഓൾറെഡി സംഭവം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ LRL റീട്രേസ്മെന്റ് ആണ് കൺസിഡർ ചെയ്തത്. പ്രൈസ് LRL റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു ലിക്വിഡിറ്റി നമുക്ക് സ്വീപ്പ് വേണം. അത് പ്രീവിയസ് വീക്കിന്റെ ഒരു ലോയും പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് റൺ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ തൊട്ടടുത്ത് റീസെന്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ഏതാണ് എനിക്ക് ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഡീലിംഗ് റേഞ്ചിന്റെ ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ഡീലിംഗ് റേഞ്ചിന്റെ ലിക്വിഡിറ്റി എനിക്ക് ആദ്യമേ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഈവൻ ദോ ഇറ്റ്സ് എന്താണ് ഡിസ്കൗണ്ട്സ് കൊണ്ടാണെങ്കിലും ഇത് ഒരു സ്റ്റിൽ റീട്രേസ്മെന്റ് റിയാക്റ്റബിൾ ആണ്. സോ മാർക്കറ്റ് ഇവിടെ വന്നു ലോ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ഒരു റീസെന്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഈ ബുള്ളിഷ് ക്യാൻഡിൽ പ്രൈസ് റീട്രേസ്മെന്റ് വന്നു, അതിന്റെ റിയാക്ഷനും പ്രൈസ് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈ എന്തായിട്ട് മാറും, നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട്, ബിക്കോസ് ഇതാണ് മിറ്റിഗേറ്റ് ചെയ്ത ഹൈ. സോ ഇത് ലിക്വിഡിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇതെന്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അഗെയിൻ ബൈ സൈഡ് പ്രൈസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞ് പ്രൈസ് ലോ സ്വീപ്പ് ചെയ്തു. അതായത് ഈ ഒരു ലോ പ്രൈസ് സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് റൺ ചെയ്യുന്നു. ഇതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു ഏരിയയുടെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ഉള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റോളം പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിറ്റിഗേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാലോ. നമുക്ക് ഇതാണ് ഇതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റോളം പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ബെയറിഷ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ വിക്ക് ബെയറിഷ് ആണ്. എന്നിട്ട് ഈ കാണുന്ന ബുള്ളിഷ് ഗ്യാപ്പ്, ഈ കാണുന്ന ബുള്ളിഷ് ക്യാൻഡിലിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റോളം പ്രൈസ് റീട്രേസ് ചെയ്തിട്ടുണ്ട്. സോ എന്നിട്ടാണ് പ്രൈസ് റൺ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസിന്റെ, അതായത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നല്ലൊരു ഡീലിംഗ് റേഞ്ചിന്റെ ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്തുള്ള ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ ഈ ഒരു ഏരിയ ആണ്. സോ റീട്രേസ്മെന്റ് വരുന്നു, ഈ ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത എക്സ്പെക്ടേഷൻ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പ്ലേ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം നറേഷൻ. ഇത് വെച്ചിട്ടാണ് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പം നേരെ ഞാൻ 4 ഹവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയൊരു പിക്ചർ നമുക്ക് അവിടെയും കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ വീക്കിൽ കഴിഞ്ഞതിന്റെ അങ്ങേ വീക്കിലൊക്കെ നമ്മൾ അനാലിസിസ് എടുത്ത് ആയിരുന്നു, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ, നമുക്ക് എന്താണ് ഈ ഒരു ഹൈയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ഫ്രീ ആകുമ്പോൾ, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് വാച്ച് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഞാനൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് 4 ഹവറിലേക്ക് വരുമ്പോൾ ഞാൻ അധികം നറേഷൻസ് അവിടെ എടുക്കാറില്ല. മെയിൻ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന 4 ഹവറിന്റെ ഓർഡർ ബ്ലോക്കും ഗ്യാപ്പും ഹൈസും മാത്രമാണ്. പിന്നെ ഓർഡർ ബ്ലോക്ക് ഒരു PDR ആയതുകൊണ്ട് അവിടുന്ന് ഒരു മേജർ ഡെയിലിയിൽ എന്താണോ പ്രൈസിന്റെ ഡയറക്ഷണൽ ബയാസ് അങ്ങോട്ടേക്കായിരിക്കും മാർക്കറ്റ് റൺ ചെയ്യുന്നത് എന്നുള്ള ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് 4 ഹവറിൽ ഞാൻ അധികം കോംപ്ലിക്കേറ്റ് ആക്കത്തില്ല. ബിക്കോസ് ഇത് കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ നേരെ 4 ഹവർ വന്ന് പിന്നെ 4 ഹവറിൽ നിന്ന് 2 ഹവറിൽ പോയി, അവിടുന്ന് 1 ഹവറിൽ പോയി, 1 ഹവറിൽ നിന്ന് 30 മിനിറ്റ്സ് പോയി, 50 മിനിറ്റ്സ് പോയി, അങ്ങനെ കാണുന്ന ലിക്വിഡിറ്റി എല്ലാം നിങ്ങൾ വരച്ചിടേണ്ട ആവശ്യമില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ മതി. എന്താണ് ഹയർ ടൈം ഫ്രെയിം പ്ലേ ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ അതിനെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഗെയിം പ്ലേ ഉണ്ടോ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരും തോറും നിങ്ങൾ പല PDRIസും പല റിയാക്റ്റീവ് ഏരിയാസും നിങ്ങൾ കാണും, ഡീലിംഗ് റേഞ്ചും കാണും. അപ്പൊ ഇതിന്റെ എല്ലാം ഏരിയസിലെല്ലാം പോയിട്ട് നിങ്ങൾക്ക് ലിക്വിഡിറ്റീസും ട്രേഡ് എടുക്കാനൊക്കെ തോന്നും. സോ അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ്, മാർക്കറ്റ് എന്താണ് കാണിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്കണോമിക്കൽ കലണ്ടർ എല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ ആദ്യമേ സെറ്റ് ആക്കണ്ടേ. വീക്കിലി അനാലിസിസ് അല്ല, ഡെയിലി ഏത് ബയാസ് എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞില്ല, എപ്പോ വേണേലും ചേഞ്ച് ആവും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനെല്ലാം ഡിപ്പെൻസ് ആണ്. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ യുവർ ടൈം ഫ്രെയിം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലിയർ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്.
അപ്പം ഇതിനകത്ത് നിങ്ങൾ എങ്ങനെ ഒരു സ്റ്റോറി ക്ലീൻ ആയിട്ട് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 ഹവറിലേക്ക് വന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ നിങ്ങൾക്ക് അറിയാം, ഇതൊരു LRL മൂവ് ആണ്, സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ ആയിട്ടാണ്. ഇതിനെ ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് ഇതാണ് ലോ ഓഫ് ദ ബോഡി. സോ ഇതാണ് എടുക്കുന്നത് ബിക്കോസ് ഇത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ആൻ LRL. ഇതൊരു LRL മൂവ് ആണ്. ഇതൊരു LRL മൂവ് ആയതുകൊണ്ട് തന്നെ റീട്രേസ്മെന്റ് ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും എക്സ്പെക്ടേഷൻ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ഡെലിവർ ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയ, ഓക്കെ, നമ്മുടെ ഏരിയ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, പ്രൈസ് റീട്രേസ്മെന്റ് വന്നു. നമുക്കറിയാം ഇതൊരു മേജർ റിയാക്റ്റീവ് ഏരിയ ആണ്. പ്രൈസിന്റെ ഇത്രയും ബുൾ റൺ കിട്ടിയതിന് ശേഷം പ്രൈസ് റിയാക്ട് ചെയ്ത ആ ഒരു ഏരിയയിൽ നിന്നാണ്. ബിക്കോസ് നമുക്കറിയാം ആ ഒരു ഏരിയയിൽ പ്രൈസിന്റെ റിയാക്ഷൻ വേണോ. അങ്ങനെ റിയാക്ട് ചെയ്തതിന് ശേഷം പ്രൈസ് റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. റീട്രേസ്മെന്റ് വരുന്നത് ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്കാണ്. ലോവർ ടൈം ഫ്രെയിമിൽ ഒരു റീട്രേസ്മെന്റ് പ്രൈസ് വന്നിട്ട് ഇവിടെ നിന്ന് പ്രൈസ് പുഷ് ചെയ്ത് റൺ ചെയ്യണം. സോ നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി എവിടെയായിരിക്കും? ഒബ്വിയസ്ലി ഇത് ഹൈ ആയിരിക്കും, ഈ ഒരു സ്വിംഗ് ആയിരിക്കും. ഓക്കെ എന്നുള്ളതാണ് അതിൻ്റെ എക്സ്പെക്ടേഷൻ. അപ്പം ഈ ഒരു വീക്ക്, നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ എന്താണ് ഇത്രയും മാർക്കറ്റ് പ്ലേ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഒരിക്കലും മാർക്കറ്റ് വന്നിട്ട് ഇത് നടക്കും, ഇത് പ്രെഡിക്റ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യല്ല. മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി അനുസരിച്ച് എങ്ങോട്ടേക്കാണെന്നുള്ളത് ലിക്വിഡിറ്റിയുടെ റിയാക്ഷനോടെ നോക്കിയിട്ട് റിയാക്ട് ചെയ്യണം. ഇപ്പൊ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് റൺ ചെയ്യണമെന്നല്ല, അങ്ങനെയും കൂടെ മനസ്സിലാക്കണം. ലിക്വിഡിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് അങ്ങോട്ടേക്ക് റൺ ചെയ്യണമെന്നല്ല, മാർക്കറ്റിന്റെ റിയാക്ഷൻ നോക്കുക എങ്ങോട്ടേക്കാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണ് പൊട്ടൻഷ്യൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് മാർക്കറ്റ് വന്നിരിക്കുക. ഓക്കെ, അപ്പം 4 ഹവറിൽ ഞാൻ നേരെ 1 ഹവറിലോട്ട് പോകണം. 1 ഹവറിൽ എനിക്ക് 1 ഹവറിലാണ് എൻ്റെ മേജർ വീക്കിലി അനാലിസിസും PDRIs ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെന്റെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് എൻ്റെ കഴിഞ്ഞ വീക്കിലെ പ്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വിടുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്. ഓക്കെ, ബൈ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി സെൽ സൈഡ് ടേക്ക് ചെയ്ത് ഒരു ഹയർ ടൈം ഫ്രെയിം ആണ് ഇവിടുന്ന് ടേക്ക് ചെയ്ത് പ്രൈസ് റണ്ണ് തുടങ്ങിയേക്കുവാണ്. അപ്പം ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലോ ആയിട്ടാണ്. ഓക്കെ, അതായത് ഇതൊരു റീട്രേസ്, ഇതൊരു ലോങ് ടൈം ലോ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ലോങ് ടൈം ലോ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ട് പ്രൈസ് റൺ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ. അങ്ങനെ പ്രൈസ് ഇവിടുന്ന് റൺ ചെയ്തു. ഇവിടുന്നാണ് നമ്മുടെ മൺഡേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ മൺഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇവിടെ പ്ലേ ചെയ്ത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടേക്കായിരിക്കും പ്രോബ്ലി റൺ ചെയ്യുന്നത്? എങ്ങോട്ടേക്കായിരിക്കും? നമുക്കൊരു ഡീലിംഗ് റേഞ്ച് ഈ ലോ ടു ഈ ഹൈ എടുക്കാം. ഒബ്വിയസ്ലി ഇതൊരു LRലാണ്. ഈ ഒരു ലോ, സോറി, ഈ ഒരു ഹൈ ടു ഈ ലോ, ഇതൊരു LRലാണ്. സോ ഇതിന്റെ റീട്രേസ്മെന്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊരു വോൾ മൂവ് ആണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ടു പ്രീമിയം പ്രൈസ് റീട്രേസ് വന്ന് പ്രൈസ് റൺ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് റിയാക്ഷൻ തരാനുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പ്രൈസ് റീട്രേസ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്പോഴത്തെ നമ്മൾ ആ ഒരു ടൈമിൽ എന്താണോ ചിന്തിക്കുന്നത് അത് പ്ലേ ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ഡീലിംഗ് റേഞ്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും ഒരു LRലാണ്. ഇതാണ് നമ്മുടെ LRL. ബിക്കോസ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രൈസ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ വന്നു, തിരിച്ച് റീട്രേസ്മെന്റ് വരുന്നു. ഇവിടെ നമുക്ക് ഒരു LRL മൂവ് കിട്ടിയതിന് ശേഷം പ്രൈസ് റീട്രേസ്മെന്റ് പോകുന്നു. ഈ കാണുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു HRL ആണ്. അതിന്റെ റീട്രേസ്മെന്റ് വരുന്നു. ബോഡീസ് ആർ എക്സ്പെക്ടിങ് ദ ഡെലിവറി. അവിടുന്ന് പ്രൈസ് ഈ ഒരു ലോ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തതാണ്. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഓൾറെഡി മിറ്റിഗേഷൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി പ്രൈസ് താഴേക്ക് വരുവാണെങ്കിൽ സ്വീപ്പ് ഔട്ട് ആൻഡ് ലിക്വിഡിറ്റി ഇതാണ്. സോ മിറ്റിഗേറ്റ് ചെയ്ത ഏരിയാസ് എപ്പോഴും ലിക്വിഡിറ്റി, ഫ്യൂച്ചർ ലിക്വിഡിറ്റി ആയിട്ട് കിടക്കും. ആ ഏരിയ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് ആർ ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇതൊരു OT മിറ്റിഗേഷൻ ആണ്. OT മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് ഈ കാണുന്ന ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണിന്റെ OT മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് അഗൈൻ ബെയറിഷ് വരുവാണ്. എങ്ങോട്ടേക്കായിരിക്കും? ഒബ്വിയസ്ലി അടുത്ത റൺ എങ്ങോട്ടേക്കായിരിക്കും? നമ്മൾ 4 ഹവറിൽ പറഞ്ഞ പോലെ ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇതെന്താണ്? ഹയർ ടൈം ഫ്രെയിമിലെ OT ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത ഏരിയ ആണ്. സോ പ്രൈസ് ഇനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബെയറിഷ് PDRS എല്ലാം പ്രൈസ് ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് ഒബ്വിയസ്ലി റണ്ണിങ് ടുവേർഡ്സ് ആ ഒരു മിറ്റിഗേറ്റ് ചെയ്ത ഏരിയയിലേക്കായിരിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് ആ ഒരു സംഭവം കിട്ടുന്നു, ഇവിടുന്ന് ഗ്യാപ്പ് ഇൻവേർട്ട് ചെയ്യുന്നു, റീട്രേസ്മെന്റ് കിട്ടുന്നു. ഇവിടെ ഇൻവേർഷൻ കിട്ടിയതിന് ശേഷം പ്രൈസ് റീട്രേസ്മെന്റ് ഓപ്പൺ ചെയ്യുന്നു. അതായത് ഇത് ട്യൂസ്ഡേയുടെ ഓപ്പൺ ആണ്, ഓപ്പൺ ചെയ്തു, ബെയറിഷ് വരുന്നു, മാനിപ്പുലേഷൻ, ഓപ്പൺ മാനിപ്പുലേഷൻ കിട്ടുന്നു, ലിക്വിഡിറ്റീസ് എല്ലാം ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യുന്നു, ഇവിടുന്ന് റൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് ഒരു പ്രൈസ് റൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് റൺ സ്റ്റാർട്ട് ചെയ്ത അടുത്ത എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത എക്സ്പെക്ടേഷൻ ഡ്രോൺ ലിക്വിഡിറ്റീസ് എവിടെയാണ്? നമ്മൾ ഇവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ഔട്ട് ചെയ്തു. സോ നിങ്ങളുടെ ഈ ഒരു ഏരിയ എന്താണ്? തൊട്ടടുത്ത് കാണുന്ന ഓരോ സ്വിംഗ്, ഈ സ്വിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഇതാണ് ഇൻവേർട്ട് ചെയ്ത്, ഇത് മിറ്റിഗേറ്റ് ചെയ്ത ഏരിയ ആണ്. സോ മിറ്റിഗേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയസും ലിക്വിഡിറ്റീസ് ആണ്.
ഫ്യൂച്ചർ ലിക്വിഡിറ്റീസ് ആണ്. സോ മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് ഈ ഒരു ഏരിയാസ് മാർക്കറ്റിൽ ഇവിടെ ഉള്ള എല്ലാം പ്രൈസ് സ്വീപ്പ് ഔട്ട് ചെയ്തു. ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇവിടെ കാണുന്ന ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് വരുന്നു, ക്ലിയർ ഔട്ട് ചെയ്യുന്നു. ക്ലിയർ ഔട്ട് ചെയ്തതിനു ശേഷം എന്താണ് ഇവിടാണ് ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ഔട്ട് ചെയ്തതിനു ശേഷം പ്രൈസ് ഈ ഒരു സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ, ഇതൊരു ഡീലിംഗ് റേഞ്ച് ആണ്. ഇതൊരു പെർഫെക്റ്റ് ഡീലിംഗ് റേഞ്ച് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു HRL മൂവ് ആണ്. അതിന്റെ റീട്രേസ്മെന്റ് ടുവേർഡ്സ് നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരേണ്ട ആവശ്യമില്ല മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഒരു ബ്രേക്ക് അവേ ആയിട്ട് കൺസിഡർ ചെയ്യാം. അവിടുന്ന് പ്രൈസ് റൺ ചെയ്യണം. റൺ ചെയ്തിട്ട് ഞാൻ നേരത്തെ നമ്മുടെ ഓൾറെഡി ഇവിടെ നിന്ന് ഇനിയും പ്രൈസ് സ്വീപ്പ് ഔട്ട് ചെയ്ത് ഇതാണ് മിറ്റിഗേറ്റ് ചെയ്ത ഏരിയ, ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് പ്രൈസ് അങ്ങോട്ടേക്കായിരിക്കും. ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്യും. പ്രൈസ് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്ത് തൊട്ട് മേലെ എന്തുണ്ട്, നമുക്കൊരു PDRA ഉണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം റീട്രേസ്മെന്റ് വരും. ഈ റീട്രേസ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുധനാഴ്ച ഓപ്പൺ ടൈമിലാണ് മാർക്കറ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് നമുക്ക് നോക്കാം. സ്റ്റിൽ വാലിഡ് ആണ്. ഈ ഓർഡർ ബ്ലോക്കിനെ ഇത് ഓപ്പൺ മിറ്റിഗേഷൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ഇതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഈ മൂവ് കിട്ടിയേക്കുന്നത് സിൽവർ ബുള്ളറ്റിൻ ടൈമിലാണ്. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു BMS കിട്ടി, മാർക്കറ്റ് ബുള്ളിഷ് ആണ്. സോ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസിങ് ടുവേർഡ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഒബ്വിയസ്ലി നമുക്ക് ഏറ്റവും അടുത്തുള്ള ലിക്വിഡിറ്റി ഏതായിരിക്കും? മൺഡേയുടെ ഹൈ ആണ്. ബിക്കോസ് മൺഡേയുടെ ഹൈ ലിക്വിഡിറ്റി ആണ്, നമുക്കറിയാം. മൺഡേയുടെ ഹൈ പ്രൈസ് എന്ത് ഇവിടുന്ന് സ്വീപ്പ് ഔട്ട് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്ത് ക്ലോസ് ചെയ്തേക്കും. സോ ഈ ഒരു ഏരിയ അടുത്ത നമ്മുടെ 4 ഹവറിന്റെ LRLOT ലെവലാണ്. പ്രൈസ് അവിടെ മിറ്റിഗേഷൻ എടുക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ലോവർ ടൈം ഫ്രെയിമിലെ റീട്രേസ്മെന്റ് ആണ്. പ്രൈസ് റീട്രേസ് ചെയ്യുന്നു, ഈ ഒരു ഗ്യാപ്പ് പ്രൈസ് ഫിൽ ഔട്ട് ചെയ്യുന്നു. ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതിനകത്ത് പ്ലേ ഉണ്ട്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, സോ ക്ലീൻ ആയിട്ട് ഒരു ഏരിയ ഒരു ക്ലോസ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് റീട്രേസ് ചെയ്യുന്നു. റീട്രേസ്മെന്റ് വന്നതിന് ശേഷം ഈ കാണുന്നത് ഒബ്വിയസ്ലി ഈ കാണുന്ന മൂവ് എന്ന് പറയുന്ന ഒരു LRL ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഈ ഒരു ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് എടുക്കാം. ഇതൊരു LRL ആയതുകൊണ്ട് തന്നെ പ്രൈസിന്റെ റീട്രേസ്മെന്റ് നോക്കാം. റീട്രേസ് വന്നതിന് ശേഷം ആ ഒരു റീട്രേസ്മെന്റ് കിട്ടിയതിനു ശേഷം പ്രൈസ് ഇവിടെ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, ഈ ഗ്യാപ്പ് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റീട്രേസ്മെന്റ് നോക്കുക നടക്കുന്ന എപ്പോഴാ 3. സോ ഇതാണ് നമ്മുടെ മാക്രോയിൽ എൻട്രി. ഇവിടെ മാക്രോയിൽ എൻട്രി ഉണ്ട്, ഇവിടെ മാക്രോയിൽ എൻട്രി ഉണ്ട്, ഇവിടെ മാക്രോയിൽ എൻട്രി ഉണ്ട്. ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ പിന്നെ പോകുന്ന കൊണ്ടേക്കായിരിക്കും. സോ ഈ ഹൈ അല്ലേ, ബിക്കോസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറ്റിഗേറ്റ് ചെയ്ത ഏത് ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് ചെയ്ത സ്വിംഗ് ആണെങ്കിലും അല്ലെ ഏത് PDRA ആണെങ്കിലും ഏത് OT ലെവൽ ആണെങ്കിലും മിറ്റിഗേറ്റ് ചെയ്ത ഹൈ ഇതാണ്. സോ ഈ ഹൈയിലേക്കാണ് പ്രൈസ് നെക്സ്റ്റ് റൺ കൊടുത്തത്. ഇവിടെ ഒരു ഓപ്പൺ മാനിപ്പുലേഷൻ, ഇവിടെ ഒരു എന്താണ് ഒരു റീഅക്യുമുലേഷൻ ഉണ്ട്. ആ ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ റൺ നടക്കുന്നത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു ഹയർ ടൈം 4 ഹവറിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബൈ മോഡൽ പ്ലേ ചെയ്തേക്കുന്നത് കാണാം. ക്ലീൻ ആയിട്ടൊരു ബ്രെഡ് ആൻഡ് ബട്ടർ പ്രൈസ് ഫോം ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇത് സെൽ പ്രോഗ്രാം ടു ബൈ പ്രോഗ്രാം ക്ലീൻ ആയിട്ട് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റും, ബിക്കോസ് എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അടുത്ത റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഹൈ തന്നെയാണ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ NFP പ്ലേ ചെയ്യുന്നതായിരുന്നു വെള്ളിയാഴ്ചത്തെ പ്ലേ. വെള്ളിയാഴ്ച എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത കൺസേൺ. വെള്ളിയാഴ്ച പ്രൈസ് ഞാൻ ലണ്ടനിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ ട്രേഡ് എടുത്ത്, ന്യൂയോർക്കിൽ നോക്കിയില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് പ്രൈസ് ഫോം ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് അതിന്റെ കൂടെ തന്നെ ഒരു ഫോളോഡ് ബൈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പ്രൈസ് റീട്രേസ്മെന്റ് വരുന്നു. ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ഉണ്ട്. ലോവർ ടൈം ഫ്രെയിമിൽ ഇതൊരു ട്രേഡ് ഉണ്ട്. ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ട്രേഡ് ലിറ്ററലി ഉണ്ട്. ബിക്കോസ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ കാണുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് മേലേക്ക് റൺ ചെയ്തത്. സോ ഇത് ഈ കാണുന്ന റിജക്ഷൻ നമുക്കൊരു വാലിഡ് ലിക്വിഡിറ്റി ആണ്. പ്രൈസ് റീട്രേസ് ആ ഒരു ഏരിയന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിലേക്ക് റീട്രേസ്മെന്റ് വരുന്നു. ഒരു റണ്ണ് നമുക്കുണ്ടായിരുന്നു മാക്രോയുടെ ടൈമിൽ, ഇതാണ്ട് 10 കണ്ടോ, ഈ റണ്ണ് മാക്രോ ടൈമിലാണ് ഉണ്ടായത്. സോ ഒരു 1:2 സുഖമായിട്ട് അതിനകത്ത് മാക്രോയുടെ ടൈമിലൊക്കെ ബുക്ക് ചെയ്യാം. സിൽവർ ബുള്ളറ്റിന്റെ മാക്രോയിലൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇനി അടുത്തൊരു ഏരിയ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തേക്കുവാണ്, ഈ ഒരു ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ഔട്ട് ചെയ്ത് പ്രൈസ് എഗെയിൻ ഒരു റീട്രേസ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഈവൻ ദോ എന്താണെങ്കിൽ പോലും ഇത് റീട്രേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ലോ ഇതെന്താണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇത് സ്വീപ്പ് ഔട്ട് ചെയ്യുന്നതിനേക്കാളും ഇത് സ്വീപ്പ് ഔട്ട് ചെയ്താലും ഇതൊരു മിറ്റിഗേറ്റ് ചെയ്ത ഏരിയ ആണ്. സോ ഇവിടുന്ന് സ്വീപ്പ് ഔട്ട് ചെയ്യുന്നു. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഒരു ലോ റെസിസ്റ്റൻസ് ബുള്ളിഷ് പ്രൈസ് ആയിരുന്നു. ഇപ്പൊ തൊട്ടടുത്തുള്ള ഏരിയ ഏതാണ് കൺസിഡർ ചെയ്യാം. എനിക്ക് തൊട്ടടുത്തുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ ലിറ്റിൽ ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് പ്രൈസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിന്റെ റീട്രേസ്മെന്റ് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഇവിടെ ഓൾറെഡി പ്രൈസ് വന്ന് നിപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നോക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു അനാലിസിസ് എടുക്കുന്നത് തിങ്കളാഴ്ച രാവിലെയാണ്. തിങ്കളാഴ്ച രാവിലെയാണ്. ഇവിടെ മിഡ് നൈറ്റ് ഓപ്പൺ പോലും ഉണ്ടായിട്ടില്ല, നൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഇനി ഇവിടുത്തെ ഓപ്പൺ മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും ഈ വീക്കിലെ ട്രേഡ്.
സോ തിങ്കളാഴ്ച ദിവസം ട്രേഡ് എടുക്കണ്ട എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ദിവസം എന്തുകൊണ്ട് ട്രേഡ് എടുക്കണ്ട എന്നുള്ള ചോദ്യം വേണം. തിങ്കളാഴ്ച ദിവസം നമുക്കൊരു ക്ലീൻ പിക്ചർ കിട്ടിയ ശേഷം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ദിവസം ഒരു ക്ലീൻ പിക്ചർ ഉണ്ടായിരുന്നു. പ്രൈസ് എന്താണ് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെ മാർക്കറ്റ് നിൽക്കുവാണ്. ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഓപ്പൺ മാനിപ്പുലേഷൻ കഴിഞ്ഞ് നമ്മുടെ സിൽവർ ബുള്ളറ്റിന്റെ ടൈം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റീട്രേസ്മെന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങോട്ടേക്കായിരിക്കും മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് റൺ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നെക്സ്റ്റ് ഡ്രോൺ ഓൺ എങ്ങോട്ടേക്കായിരിക്കും. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യേണ്ട. ചൊവ്വാഴ്ച ഓപ്പൺ മാനിപ്പുലേഷൻ കഴിഞ്ഞ് സിൽവർ ബുള്ളറ്റിന്റെ ടൈമും ഓപ്പൺ മാക്രോയോ അല്ലെങ്കിൽ ക്ലോസ് മാക്രോയോ ട്രേഡ് ചെയ്താൽ മതി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്യും. നമുക്ക് ഇവിടുന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ എന്താണ് ലിക്വിഡിറ്റി എക്സ്പെക്ടേഷൻ മാത്രമാണ്. ഇവിടെ ഒരിക്കലും ഒരാൾക്കും വന്നിട്ട് പറയാൻ പറ്റത്തില്ല ഇവിടുന്ന് മാർക്കറ്റ് റൺ ചെയ്ത് ഇനി ഇങ്ങോട്ടേക്കാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ റീഡ് ചെയ്തതെല്ലാം എന്തിന്റെ ബേസിലാണ്? ലിക്വിഡിറ്റിയുടെ ബേസിൽ എങ്ങോട്ടേക്കായിരിക്കും മാർക്കറ്റ് റൺ ചെയ്യാൻ പോകാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ട്രേഡ് ഉള്ളത്. അല്ലാതെ നമ്മൾ ചുമ്മാ വന്ന് നോക്കി ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞ് ഡയറക്റ്റ് ട്രേഡ് എടുക്കുകയല്ല. ഇതിനകത്ത് നമുക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതിനെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ സെറ്റപ്പ് ഫോം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻട്രീസ് എടുക്കാൻ പറ്റുക. ഓക്കെ, ഈ ഒരു ഏരിയസിൽ എടുത്ത ട്രേഡ്സും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണെങ്കിൽ ഞാൻ നേരെ 3 മിനിറ്റിലോട്ട് പോവാം. 1 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നേരെ ഈ ഒരു ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ എപ്പോഴും ട്രേഡ് എടുത്താലും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സിക്യൂഷനും കാണാൻ പറ്റും. എക്സിക്യൂഷൻ ലേബൽസ് ഞാൻ ഒഴിവാക്കും. ഓക്കെ, അപ്പം ഇത് മൺഡേ ആണോ? അല്ല, ഓക്കെ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. വെനസ്ഡേ ഇതല്ല. ഓക്കെ, ഞാൻ ഇതിനകത്ത് കാണാനില്ല. ഓക്കെ, ഞാൻ ഇതിനകത്തല്ല എടുത്തെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഈ വീക്കിന്റെ ഒരു ഓവറോൾ വ്യൂ. നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡെലിവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഞാൻ യൂറോ USDയുടെ എനിക്ക് തോന്നുന്നു forex.com-ലല്ലേ ഞാൻ കിടക്കുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ജസ്റ്റ് ഇതായിരുന്നു കഴിഞ്ഞ വീക്കിൽ എനിക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ. നിങ്ങൾ ജസ്റ്റ് പോയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇരുന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് മാർക്കറ്റ് പ്ലേ ചെയ്തത്, അല്ലെ എന്താണ് കാണാൻ പറ്റിയത് എന്നുള്ളത് പ്ലേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള സാധനം മാർക്കറ്റ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക. നിങ്ങളുടെ ക്രൈറ്റീരിയസ് നിങ്ങളുടെ സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പം സോറി എനിക്ക് തോന്നുന്നു ഞാൻ കണക്ട് ചെയ്തിട്ടേക്കുന്ന അക്കൗണ്ട് വേറെയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഐ തിങ്ക് ഇപ്പം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് obviously yes, here you can see. ഞാൻ പറഞ്ഞ ഏരിയാസ് എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ 15 മിനിറ്റ്സ് ആണ് നിൽക്കുന്നത്. ഇതിനകത്ത് കുറേ കാണാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുക. ഇവിടുന്ന് മാർക്കറ്റിനെ സെലോട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് റീട്രേസ്മെന്റും ഇവിടുത്തെ ബൈ പ്രോഗ്രാമും അല്ലെ ബൈ ചെയ്തതും സെൽ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റൂല, എന്നാലും എനിക്കറിയാം. ജസ്റ്റ് ഇവിടെ നോക്കുക. ഈ ഒരു വെള്ളിയാഴ്ചത്തെ മൂവാണ് റണ്ണ്. ഈ ഒരു ബെയറിഷ് റണ്ണ് ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, സെൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീട്രേസ്മെന്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലെല്ലാം എൻട്രീസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ആൻഡ് ഫോർത്ത് ഇവിടെ എൻട്രീസ് ഉണ്ടായിരുന്നു. ഈ ടൈം എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതെല്ലാം സിൽവർ ബുള്ളറ്റ് ടൈമാണ്. എൻട്രീസ് കൺസിഡർ ചെയ്തേക്കുന്ന ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻട്രി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒന്നെങ്കിൽ കിൽ സോൺ അല്ലെ സിൽവർ ബുള്ളറ്റിൻ ടൈമിലായിരിക്കും. ഓപ്പൺ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ എൻട്രീസ് ഉള്ളത്. സോ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സിൽവർ ബുള്ളറ്റ് ഇവിടെ ഷോർട്ട് വന്നേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ ഷോർട്ട് എല്ലാം കിടക്കുന്നതെന്ന് പറയുന്നത് സിൽവർ ബുള്ളറ്റിൻ ടൈമിലാണ്. കിൽസോണിന്റെ സമയവും ഓപ്പൺ മാക്രോയുടെ ടൈമുമാണ്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഒരു ബൈ ഉണ്ടായിരുന്നത്. പ്രൈസ് ഇവിടുന്ന് റണ്ണപ്പ് ചെയ്തു. ഓക്കെ, അത് എന്താണ് നിയോക്കുലർ ട്രേഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ലണ്ടനിലെ ട്രേഡ് ഇതാണ് സെൽ ഔട്ട് ബൈ അപ്പ്. ഇതൊരു ലിക്വിഡിറ്റി ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള
ഇതൊരു ബ്രേക്ക് ഈവനും കൂടാണ്. സോ അതായിരുന്നു ഞാൻ പറഞ്ഞ ഓവറോൾ മൺഡേ കഴിഞ്ഞ വീക്കിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് അല്ലെങ്കിൽ വിൻ റേറ്റോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് കുഴപ്പമില്ലാത്ത ഒരു എങ്ങനെ പോയാലും ഒരു എനിക്ക് തോന്നുന്നു ഒരു ലിറ്ററലി ഒരു 5 ട്രേഡ് ഓർ 6 ട്രേഡ് എടുത്തിട്ടുണ്ട്. ബുധനാഴ്ച ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2 SL അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു ബ്രേക്ക് ഈവനും കിട്ടി, 2 സ്റ്റോപ്പ് ലോസ്, ഒരു ബ്രേക്ക് ഈവൻ, പിന്നെ ബാക്കി കുഴപ്പമില്ലാത്ത രീതി 1:2 ആണ് ബുക്ക് ചെയ്തത്. സോ ഇതായിരുന്നു കഴിഞ്ഞ വീക്കിലെ ഡെലിവറി. നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് മൺഡേയിലെ പ്രൈസിന്റെ ഡെലിവറിയുടെ കൺസിഡർ ചെയ്തതിനു ശേഷം പറയാം. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീക്കിലി ഡെലിവറി എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങൾ കാണുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.